ചോദിക്കാൻ പോണേ കേട്ടാ. ഇൻഫോർമൽ ടോക്കാണ്. കൗവിന്റെ നോക്കിയേ അല്ലേ, നമ്മളിപ്പോ മൂന്നാമത്തെ ചാപ്റ്ററും കൂടി നോക്കിയായിരുന്നു. ജിയാൻ മോനോട് തന്നെയാണ് ചോദിച്ചോട്ടെ. കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായി മോനെ? കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, വളർത്തുമൃഗമാണ്. ഒരു വളർത്തുമൃഗമാണ്. അതാണ് ഇംഗ്ലീഷിൽ കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ് കൗ അല്ലേ. ഡൊമസ്റ്റിക് ആനിമൽസിന്റെ എക്സാമ്പിൾ ആണ് കൗ, ഗോട്ട്, ഡോഗ്, ഡോങ്കി എക്സെട്ര അല്ലേ. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് ഡൊമസ്റ്റിക് ആനിമൽ എന്ന് പറയുക. പിന്നെ ചോദിച്ചോട്ടെ, എത്ര കാലുകളുണ്ട്? 4 കാലുകളുണ്ട്. 4 കാലുകളുണ്ട്. അതെങ്ങനെയാ? 4 legs. ആൻഡ് 2 horns. എത്ര കൊമ്പുകളുണ്ട്? 2. It has 2 legs and 2 horns. അല്ലേ? പിന്നെന്താണ്? എത്ര കണ്ണുകളുണ്ട്? എത്ര കാതുകളുണ്ട്? എത്ര വാലുണ്ട്? ഇതൊക്കെ ചോദിച്ചേക്കുന്നത് അല്ലേ. നെക്സ്റ്റ് മൂന്നാമത്തെ സെന്റൻസ് 2 കണ്ണുകളുണ്ട്. 2 eyes and 2 ears and 1 tail. ഒരു വാല് അല്ലേ. വാല്, കൊമ്പ്, കണ്ണ്, ചെവി, വായ്, വാല്, കാല്. എത്ര വാലുണ്ട്? ഒരു വാല്. എത്ര വാലുണ്ട്? 2 ഒരു. ears and 2 eyes. ഒരു വാല്. ഓക്കെ ആണല്ലോ. ആ, നോക്കിയേ, മിൽക്ക്. പശു നമുക്ക് എന്താ തരുന്നത്? പാല്. 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 ഓക്കെ. ലാസ്റ്റ് കേട്ട ടീച്ചർ, ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ആനിമൽ അല്ലേ. ഉപയോഗപ്രദമായിട്ടുള്ള എല്ലാ രീതിയിലും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ജീവിയാണ് പശു എന്നുള്ളതാണ് ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി അനുകുട്ടി മോളെടുത്ത് ടീച്ചർ ചോദിക്കാൻ വേണം കൗവിനെ